എല്ലാ പ്രിയ വിദ്യാർത്ഥിനികൾക്കും പുതിയൊരുവീഡിയോയിലേക്ക് സ്വാഗതം. കാലിക്കറ്റ്, കേരള, കണ്ണൂർ MG യൂണിവേഴ്സിറ്റികളിൽ അങ്ങനെ ഡിഗ്രി അഡ്മിഷൻ ആരംഭിക്കുകയാണ്. +2 പരീക്ഷാഫലം ഇന്നലെ വന്നു. +2 പരീക്ഷാഫലം വന്നു കഴിഞ്ഞ് ഒരുപാട് വിദ്യാർത്ഥികൾ ജയിച്ചിട്ട് ഈ വീഡിയോ ഞാൻ പ്രധാനമായും ചെയ്യുന്നത് ഡിഗ്രി അഡ്മിഷൻ കാര്യം. ആഫ്റ്റർ +2 നിങ്ങളൊരു ഡിഗ്രി കോഴ്സാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ മാത്രം ഈ വീഡിയോ കാണുക. അല്ലാത്തവരാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇന്ന് നിർബന്ധിക്കുന്നില്ല, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കണ്ടാൽ മതി. ഇനിയിപ്പോൾ ഡിഗ്രിക്ക് പോകാൻ പ്ലാൻ വന്നാലോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രിക്ക് പോകാൻ പ്ലാനേ ഇല്ലെങ്കിൽ ഈ വീഡിയോ ഇവിടെ വെച്ച് തന്നെ സ്കിപ്പ് ചെയ്ത് കൊടുക്കുക. ഡിഗ്രി അഡ്മിഷൻ കിട്ടാൻ എത്ര പെർസെൻറ്റേജ് വേണം? ഗവൺമെൻറ് കോളേജാണോ സെൽഫ് ഫിനാൻസ് കോളേജാണോ നല്ലത്? എയ്ഡഡ് കോളേജിൽ അഡ്മിഷൻ കിട്ടിയാൽ പൈസ അടയ്ക്കേണ്ടി വരുമോ എന്നിങ്ങനെയുള്ള വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുമുള്ള മറുപടിയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. വിശദമായ വാർത്തയിലേക്ക് പോകും മുമ്പായിട്ട് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥിനിണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പ്രത്യേകം ശ്രദ്ധിക്കാം. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട്, തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് നല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രാധാന്യമറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. അങ്ങനെ +2 പരീക്ഷാഫലം ഇന്നലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി സാർ ഒഫീഷ്യലി +2 പരീക്ഷാഫലം പബ്ലിഷ് ചെയ്തു. ഏതാണ്ട് കേരളത്തിൽ 2,88,000 പേര് ജയിച്ചു. കൺഗ്രാജുലേഷൻസ്. ഇനി ആഫ്റ്റർ +2 ശേഷം ഡിഗ്രി അഡ്മിഷൻ കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായും കാണുക. അഡ്മിഷൻ ആരംഭിക്കാൻ പോവാണ്. കഴിഞ്ഞ വർഷമൊക്കെ എല്ലാ വർഷങ്ങളിലും +2 റിസൾട്ടിന് ശേഷം ഒരാഴ്ചക്കകം ഡിഗ്രി അഡ്മിഷൻ ആരംഭിക്കും. 4 യൂണിവേഴ്സിറ്റികളും ആരംഭിക്കും. അഡ്മിഷൻ കിട്ടാൻ എത്ര പെർസെൻറ്റേജ് വേണം? സാധാരണ ഞാൻ അതിനെക്കുറിച്ച് വ്യക്തമായി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗവൺമെൻറ് കോളേജിലൊക്കെ കിട്ടണമെങ്കിൽ മിനിമം ഒരു 80 എബോവ് മാർക്കൊക്കെ നിങ്ങൾക്ക് വേണം. ഒരു 75-80 മേലേക്ക് നിങ്ങൾക്ക് ഷുവറായിട്ടും വേണം. ഈ 75-80 എന്ന് പറഞ്ഞാൽ പോലും ഈ 75 മിക്ക അലോട്ട്മെൻറ്റുകളിലും കിട്ടാറില്ല. അതാണ് വാസ്തവം. സ്പോട്ട് അഡ്മിഷനിലൊക്കെ മാത്രമാണ്, ഈ സ്പോട്ട് അഡ്മിഷൻ്റെയൊക്കെ ടൈമിൽ മാത്രമാണ് 75 ഒക്കെയുള്ള വിദ്യാർത്ഥി കയറാറെന്നുള്ളതാണ് ഏറ്റവും വലിയ വാസ്തവം. ചുരുക്കി പറഞ്ഞാൽ +2 നിങ്ങളുടെ ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് +1 200 +2 +1 600 +2 600 ടോട്ടൽ 1200 ഈ 1200 എന്ന വലിയ സംഖ്യയിൽ നിന്നും മാക്സിമം നിങ്ങൾ എത്ര സ്കോർ ചെയ്തു എന്ന് നോക്കിയിട്ടാണ് നിങ്ങളുടെ ഡിഗ്രി അഡ്മിഷൻ നിർണ്ണയിക്കപ്പെടുന്നത്. ഈ 1200 എന്ന വലിയ സംഖ്യയിൽ നിന്നും നിങ്ങൾ എത്രത്തോളം മാർക്ക് സ്കോർ ചെയ്തു എന്ന വിലയിരുത്തി എന്നളന്നിട്ടാണ് നിങ്ങൾ ഡിഗ്രി പഠിക്കണോ വേണ്ടയോ എന്നുള്ളത് നിശ്ചയിക്കപ്പെടുന്നത്. ഗവൺമെൻറ് കോളേജാണോ സെൽഫ് ഫിനാൻസ് കോളേജാണോ എന്നുള്ളത് അതിലേക്ക് വരുന്നതിന് മുമ്പ് പെർസെൻറ്റേജിന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു 90 മേലെ, അല്ലെങ്കിൽ ഒരു 85-90 ഒരു 85-90 മേലെയൊക്കെ നിങ്ങൾക്ക് 85-90 മേലെയൊക്കെ നിങ്ങൾക്ക് മാർക്ക് ഉണ്ടെങ്കിൽ ഒരു 85-90 മേലെയൊക്കെ നിങ്ങൾക്ക് +2 മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഗവൺമെൻറ് കോളേജിൽ സീറ്റ് ഉറപ്പിക്കാം ഡിഗ്രിക്ക്. അത് കറക്റ്റുള്ള കാര്യമാണ്. നിങ്ങൾക്കൊരു 85-90 മേലെയൊക്കെ പെർസെൻറ്റേജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷുവറായിട്ടും ഒരു ഗവൺമെൻറ് കോളേജിൽ സീറ്റ് കിട്ടുമെന്നുള്ളത് ഉറപ്പാണ്. അതിൽ യാതൊരു സംശയവുമില്ല. ഇപ്പം എൻ്റെ +2 പെർസെൻറ്റേജ് പറയുകയാണെങ്കിൽ 77%. എന്നിട്ട് എനിക്ക് ഗവൺമെൻറ് കിട്ടിയത് സ്പോട്ട് അഡ്മിഷൻ്റെ ടൈമിലാണ് ഗവൺമെൻറ് കോളേജിൽ എനിക്ക് സീറ്റ് കിട്ടിയത്. പ്രിയ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട കാര്യം, 77% ഉണ്ടായിട്ടും സ്പോട്ട് വരെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഇപ്പം ഈ ഒരു കാര്യം കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, +2 പെർസെൻറ്റേജ് എന്ന് പറഞ്ഞൊരു സംഗതി. ഡിഗ്രിക്ക് ഒരു ഗവൺമെൻറ് കോളേജിൽ പഠിക്കണമെങ്കിൽ പെർസെൻറ്റേജ് എന്നൊരു സംഗതി എത്രത്തോളം വേണം, എത്രത്തോളം അത് ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാകും. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ഞാൻ പറഞ്ഞതിൽ തെറ്റോ കാര്യങ്ങളോ ഒന്നുമില്ലല്ലോ. സെൽഫ് ഫിനാൻസ് കോളേജ്, ഗവൺമെൻറ് കോളേജാണോ സെൽഫ് ഫിനാൻസ് ആണോ നല്ലത്? 2 കോളേജും നല്ലതാണ്. പക്ഷെ ഒറ്റ വ്യത്യാസം മാത്രം, ഗവൺമെൻറ്റിൽ നിങ്ങൾക്ക് ചെറിയ പൈസയെ പഠിക്കാം, അതായത് പരീക്ഷാ ഫീസ് എന്നിങ്ങനെ കുറച്ച് ഫീസുകൾ മതി. സെൽഫ് ഫിനാൻസിലാവുമ്പോൾ നിങ്ങൾ നല്ല പൈസ മുടക്കേണ്ടി വരും. ഏതാണ്ട് അഡ്മിഷൻ ടൈമിൽ തന്നെ മിനിമം ഒരു 20,000-25,000 രൂപ, 20,000-25,000 രൂപ വരെ നിങ്ങൾ എന്ത് ചെയ്യണം, അഡ്മിഷൻ ടൈമിൽ വരെ നിങ്ങളുടെ കയ്യിൽ നിന്ന് ചിലവാക്കേണ്ടി വരും. അത് ഉറപ്പാണ്. അപ്പോൾ ഗവൺമെൻറ് ആണോ സെൽഫ് ഫിനാൻസ് ആണോ നല്ലതെന്ന് ചോദിക്കുന്ന വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, ഗവൺമെൻറ് നല്ലതാണ്, സെൽഫ് ഫിനാൻസ് നല്ലതാണ്. ബട്ട് ഗവൺമെൻറ്റിൽ പൈസ ഇല്ലാതെ തന്നെ പഠിക്കാം, സെൽഫ് ഫിനാൻസിൽ നിങ്ങൾ പൈസ കൊടുത്ത് പഠിക്കുന്നു. രണ്ടിടത്ത് പഠിച്ചാലും ഒരേപോലെ തന്നെയാണ്. നിങ്ങൾക്ക് ക്യാമ്പസ് ലൈഫും പരീക്ഷയും എല്ലാം ഒരുപോലെ തന്നെയാണ്. അക്കാര്യത്തിലൊന്നും യാതൊരു വ്യത്യാസവുമില്ല. ബട്ട് സെൽഫ് ഫിനാൻസിൽ
എന്ത് ചെയ്യണം? പൈസ മുടക്കണം. നിങ്ങൾ നല്ല രീതിയിൽ പൈസ ഫണ്ട് ആക്കണം. അഡ്മിഷൻ ടൈമിൽ മുടക്കുന്ന മാത്രം പോരാ. അഡ്മിഷൻ ടൈമിൽ 20,000 ടു 25,000 അത് ഓരോ കോഴ്സിനെ ബേസ് ചെയ്തിരിക്കും. ഓരോ കോഴ്സിനും ഓരോ തുകയായിരിക്കും. ഇപ്പം നിങ്ങളിപ്പോൾ BA ആയിക്കോട്ടെ, BSc ആയിക്കോട്ടെ, BCom ആയിക്കോട്ടെ, BB ആയിക്കോട്ടെ, അങ്ങനെ ഓരോ കോഴ്സിനും അനുസരിച്ച് ഞാൻ ഈ പറഞ്ഞ തുകയിൽ എന്തുണ്ടാകും? ഡിഫറൻ്റ് ഉണ്ടാകും. ചിലപ്പോൾ ചില കോഴ്സുകൾക്ക് കുറവായിരിക്കും, ചില കോഴ്സുകൾക്ക് ഞാൻ ഈ പറഞ്ഞതിനെ കഴിഞ്ഞും കൂടും. അപ്പം ഞാൻ ഈ പറഞ്ഞൊരു ഒരു എക്സ്പെക്റ്റ് പേയ്മെൻ്റ് ആണ്. അതായത് ഓരോ കോഴ്സിനെ അനുസരിച്ചിരിക്കും ഞാൻ ഈ പറഞ്ഞ പേയ്മെൻറ്റ്. സെൽഫ് ഫിനാൻസിൽ. ഗവൺമെൻറ്റിൽ അങ്ങനെയല്ല. ഗവൺമെൻറ്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ചെറിയ പൈസയിൽ തന്നെ പഠിക്കാം. എയ്ഡഡ് കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടിയാൽ പൈസ അടയ്ക്കേണ്ടി വരുമോ? വേണ്ട. നിങ്ങൾക്ക് ഗവൺമെൻറ്റിൽ പഠിക്കുന്ന അതേ ചെലവിൽ തന്നെ എയ്ഡഡിലും പഠിക്കാം. ബട്ട് നിങ്ങൾ അലോട്ട്മെൻറ്റിൽ കയറിയ ഒരു കുട്ടിയായിരിക്കണം. എയ്ഡഡ് കോളേജിൽ എന്ത് സീറ്റും ഉണ്ട്? മെറിറ്റ് സീറ്റും ഉണ്ട്, മാനേജ്മെൻറ്റ് സീറ്റും ഉണ്ട്. അതായത് ഗവൺമെൻറ്റും അല്ല, സെൽഫ് ഫിനാൻസും അല്ല. എന്താണ്? ഗവൺമെൻറ്റും അല്ല, സെൽഫ് ഫിനാൻസും അല്ല. അതാണ് എയ്ഡഡ് കോളേജ്. അവിടെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ പൈസ അടയ്ക്കേണ്ട. നിങ്ങൾക്ക് ഗവൺമെൻറ് കോളേജിൽ പഠിക്കുന്ന അതേ ആനുകൂല്യങ്ങളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് എയ്ഡഡ് കോളേജിൽ ലഭിക്കും. ബട്ട് നിങ്ങൾ അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് കിട്ടിയില്ല, നിങ്ങൾ മാനേജ്മെൻ്റ് ആയിട്ടാണ് സീറ്റ് എടുക്കുന്നതെങ്കിൽ സെൽഫ് ഫിനാൻസ് കോളേജിൽ നിങ്ങൾ പഠിക്കുന്നത് പോലെ തന്നെ 20,000 ഒക്കെ നിങ്ങൾ കൊടുക്കണം. അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണ്ട? ആ പൈസയുടെ ആവശ്യം ഇല്ല. അപ്പോൾ പ്രിയ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ പ്ലസ് ടുവിൽ എത്ര % ഉണ്ടെന്ന് കണക്കാക്കിയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്? നിങ്ങളുടെ ഡിഗ്രി അഡ്മിഷൻ നിർണ്ണയിക്കപ്പെടുന്നത്. നിങ്ങളുടെ പ്ലസ് ടുവിൽ എത്ര % നിങ്ങൾക്കുണ്ട്, അത് 1200 എന്ന വലിയ സംഖ്യയിൽ നിന്നും ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനി എത്ര മാർക്ക് സ്കോർ ചെയ്തു എന്നുള്ളത് അളന്നിട്ടാണ് ആ വിദ്യാർത്ഥിയുടെ ആഫ്റ്റർ പ്ലസ് ടു ഡിഗ്രി ഒരു ഗവൺമെൻറ് കോളേജിൽ നിശ്ചയിക്കപ്പെടുന്നത്. അപ്പോൾ പ്രിയ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള മറുപടി ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി കൂടുതൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ പ്ലസ് ടു ഇപ്പോൾ ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആയാലും, കേരള യൂണിവേഴ്സിറ്റി ആയാലും, കണ്ണൂർ യൂണിവേഴ്സിറ്റി ആയാലും, MG മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ആണെങ്കിലും ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ്. അപ്പം നിങ്ങൾക്ക് ഈ അഡ്മിഷൻ തുടങ്ങുമ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത്, അപ്പോൾ ഇതിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണ്ടേ? അങ്ങനെ അറിയാൻ നിങ്ങൾക്ക് ഈ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാം. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിഗ്രി പഠന കാലയളവിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള അറിയിപ്പുകൾ, പരീക്ഷാ നോട്ടിഫിക്കേഷനുകൾ, ടൈം ടേബിളുകൾ, റിസൾട്ടുകൾ, എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് ഈ ഒരു ചാനലിലൂടെ ലഭിക്കും. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ മറ്റെവിടെയും നിങ്ങൾക്ക് തപ്പിപ്പോണ്ട. ഈ ഒരു ചാനലിലൂടെ തന്നെ നിങ്ങൾക്ക് ഇൻഫർമേഷൻ ലഭിക്കും. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. അപ്പോൾ പുതിയ കാണുന്നവരുമായി നമസ്കാരം. ഫൗണ്ടർ ഓഫ് കരിയർ ഫോർ ദ കരിയർ ഗൈഡൻസ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.